അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അറഫ എന്നുള്ളത്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അൽ ഹജ്ജു അറഫ എന്നാണ് ഹബീബ് സയ്യിദുനാ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പരിശുദ്ധമാകുന്ന ദുൽഹിജ്ജ 9 ഉച്ചയ്ക്ക് ശേഷം വിശുദ്ധമാകുന്ന അറഫ ഭൂമിയിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കായ ഹാജിമാർ ഒന്നിച്ചിരുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആ രംഗം ഏറെ സന്തോഷമുണ്ടാക്കുന്ന, അതല്ലെങ്കിൽ ഏറെ ഭക്തി നിർഭരമായ ഒന്നാണ് പരിശുദ്ധമായ ഹജ്ജുമായി ബന്ധപ്പെട്ട്. ആ പ്രാർത്ഥന ഏറെ ഉത്തരം കിട്ടുന്നതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ആ ദിവസം പോലെ പിശാചിനെ ഞാൻ ദേഷ്യം പിടിക്കുന്നവനായി കണ്ടിട്ടില്ല എന്ന് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്രമേൽ അള്ളാഹു തആലയുടെ അടിമകൾ തേടുമ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അള്ളാഹു മതിയായവനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്ന ഏറെ സന്തോഷകരമായ ഒരു സമയമാണ് അറഫ സംഗമം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ അറഫ സംഗമത്തിന് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുമ്പം അവരോട് ഐക്യദാർഢ്യപ്പെടാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ഉൾപ്പെടാനുമൊക്കെ നമ്മളും ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമാണ്. പരിശുദ്ധമാകുന്ന ബലി പെരുന്നാൾ, തുടർന്ന് വരുന്ന ബലി പെരുന്നാൾ, നമുക്കറിയാം ദുൽഹിജ്ജ 10 വരുന്ന ബലി പെരുന്നാൾ. ലോക ചരിത്രത്തിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പ്രിയപ്പെട്ട അവിടുത്തെ മകൻ സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ബീവി ഹാജർ റളിയല്ലാഹു അൻഹ, കുടുംബത്തിനെ ഓർക്കാനുള്ള ഒരു സമയം കൂടിയാണ് പരിശുദ്ധമാകുന്ന ദുൽഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിവസങ്ങളൊക്കെയും. ആ ദിവസങ്ങളിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. വിശ്വാസി എന്ന നിലയിൽ ആ ദിവസങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ആ ദിവസങ്ങളിൽ പരമാവധി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹു ആദരിച്ച ദിവസങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക വഴി അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും 1000 ബലി പെരുന്നാൾ ആശംസകൾ നേരുന്നു. പരിശുദ്ധമാകുന്ന ദുൽഹിജ്ജ 9 സുബഹി മുതൽ അയ്യാമു തശ്രീഖിൻ്റെ അവസാനത്തെ അസർ വരെ എല്ലാ നിസ്കാരങ്ങളുടെയും ശേഷം തക്ബീർ സുന്നത്തുണ്ട് എന്ന കാര്യം കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. വാഹിദ് ദഅവത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.